നമസ്കാരം. മലയാളി എന്താ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം. തിരഞ്ഞെടുപ്പ് ദാ ഇങ്ങടെത്തി. എല്ലാ പാർട്ടികളും തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളും ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ വളരെ വ്യത്യസ്തമായി തിരഞ്ഞെടുപ്പിനുള്ള വോട്ട് ചോദിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള രമേശ് ചെന്നിത്തല. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. അതെങ്ങനെയാണെന്നല്ലേ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യക്ഷമതയോടെ 13-ാം തീയതിയോ 14-ാം തീയതിയോ ഇലക്ഷൻ അനൗൺസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് കാര്യക്ഷമതയോടെ സ്ഥാനാർത്ഥികൾ മോശമായതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രവർത്തിക്കാതിരിക്കാൻ പാടില്ല. ഊർജ്ജസ്വലമായ പ്രവർത്തനം അത് നടത്തുകയും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും വേണം. അപ്പോ കാര്യം മനസ്സിലായില്ലേ? സ്ഥാനാർത്ഥികൾ മോശമാണെങ്കിലും തിരഞ്ഞെടുപ്പിൽ UDF വോട്ട് ചെയ്യാതെ ഇരിക്കരുത്. ഈ രീതിയിലാണ് പ്രചരണ പരിപാടികളെങ്കിൽ തീർച്ചയായും ജനം UDF തന്നെ വോട്ട് ചെയ്യുമെന്നതിൽ സംശയമില്ല കേട്ടോ ചെന്നിത്തല സാറേ. പിന്നെ UDF മാത്രമല്ല LDF ഉണ്ട് ഇതേ രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ. ഒരു മണ്ഡലത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ നേർക്കുനേര മത്സരം, താമരയും കൈപ്പത്തിയും തമ്മിൽ നേർക്കുനേര മത്സരം വന്നു. അവിടെ ഒരു 20,000 25,000 വോട്ട് ഞങ്ങൾക്കുണ്ട് എന്ന് കരുതുക, അത്രയുള്ളത് കരുതുക. ഞങ്ങളുടെ വോട്ട് ഞങ്ങള് ഒരു മുൻവിധിയും കൂടാതെ കൈപ്പത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തും. BJPയുടെ തോൽവി ഉറപ്പുവരുത്തും. ഇതാണ് ഞങ്ങളുടെ നിലപാട്. BJPയെ തോൽപ്പിക്കാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞു നടക്കുന്നവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകാരും. ശരിക്കും നടക്കാനിരിക്കുന്നത് എന്താണെന്ന് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കാണാം. പക്ഷേ ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ആ പാവം പിടിച്ച പ്രതാപൻ സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു. അഭിനയം ഒറിജിനൽ ആണെന്നേ തോന്നുള്ളൂ. അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. നല്ല വിഷമമുണ്ട് അല്ലേ? ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. പ്രതാപനിപ്പോ ശരിയായില്ല. അതിലിപ്പോ അദ്ദേഹത്തിന് വിഷമം ഇല്ല കേട്ടോ. അല്ല, ഇനിയിപ്പോ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്ത് വിരൽ ചൂണ്ടി നിന്ന് ആര് ചോദ്യങ്ങൾ ചോദിക്കും എന്നതാണ് എന്റെ സംശയം. കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ തന്റെ ഇടത്തോടെ നിൽക്കാൻ ആകെ പവർ ഉള്ളത് ആ പ്രതാപൻ സാറിന് മാത്രമായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. എല്ലാം ജനങ്ങൾക്ക് വേണ്ടി. അപ്പോ വീണ്ടും കാണാം.